നവംബർ 27 വ്യാഴാഴ്ച. ലൂക്ക 21 20 മുതൽ 28 വരെ വാക്യങ്ങൾ. 1983 നിക്കോളാസ് മേയർ സംവിധാനം ചെയ്ത ഒരു അമേരിക്കൻ ടെലിവിഷൻ ചിത്രമാണ് ദ ഡേ ആഫ്റ്റർ. ജർമ്മനിയെ ചൊല്ലി നാറ്റോയും വാർസോ ഉടമ്പടിയും തമ്മിലുള്ള ഒരു സാങ്കല്പിക സംഘർഷത്തെയാണ് ഈ യുദ്ധചിത്രം അവതരിപ്പിക്കുന്നത്. അത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള പൂർണ്ണ തോതിലുള്ള ആണവ യുദ്ധമായി അതിവേഗം വികസിക്കുന്നു. 1983 നവംബർ 20 ABC ടെലിവിഷൻ നെറ്റ്വർക്കിൽ ആദ്യമായി സംപ്രേഷണം ചെയ്തപ്പോൾ 100 ദശലക്ഷത്തിലധികം ആളുകൾ ആ ചിത്രം കണ്ടു. ഒരു ആണവ യുദ്ധത്തിൻ്റെ ഭീകരതയാണ് സിനിമ ചിത്രീകരിക്കുന്നത്. സിനിമയുടെ അവസാനം ചിത്രം സാങ്കല്പികമാണെന്നും ഒരു ആണവ യുദ്ധത്തിൻ്റെ യഥാർത്ഥ ജീവിതം ഫലം സ്ക്രീനിൽ ചിത്രീകരിച്ച സംഭവങ്ങളെക്കാൾ വളരെ മോശമായിരിക്കുമെന്നും പ്രസ്താവിക്കുന്ന ഒരു കുറിപ്പുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ വെല്ലുവിളി നിറഞ്ഞ സംഭവങ്ങൾ യേശു മുൻകൂട്ടി പറയുന്നു. ജെറുസലമിൻ്റെ നാശം, രാഷ്ട്രങ്ങൾക്കിടയിലെ പ്രക്ഷുബ്ധത, ആകാശത്തിലെ അടയാളങ്ങൾ. യേശുവിൻ്റെ വാക്കുകൾ വരാനിരിക്കുന്ന പ്രതിസന്ധികളെയും ഭയത്തെയും വിവരിക്കുന്നു. എന്നിരുന്നാലും അവ ഒരു പ്രത്യാശയിലേക്കും വിരൽ ചൂണ്ടുന്നു. ഇത് നിരാശയുടെ ഒരു പ്രവചനമായി തോന്നുമെങ്കിലും യേശു തൻ്റെ അനുയായികളെ ഹൃദയം നഷ്ടപ്പെടരുതെന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. പകരം നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതിനാൽ എഴുന്നേറ്റ് നിന്ന് തല ഉയർത്തുക എന്ന് അവൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സുവിശേഷ സന്ദേശം ഇന്ന് ആഴത്തിൽ പ്രതിധ്വനിക്കുന്നു. അനിശ്ചിതത്വം, യുദ്ധങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, സാമൂഹിക പ്രക്ഷോഭങ്ങൾ എന്നിവയാൽ അടയാളപ്പെടുത്തിയ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മെ ചുറ്റിപ്പറ്റിയുള്ള ഇരുട്ടിൽ തളർന്നു പോകാൻ എളുപ്പമാണ്. എന്നിരുന്നാലും യേശു നമുക്ക് ഒരു മാറ്റത്തിൻ്റെ കാഴ്ചപ്പാട് വാഗ്ദാനം ചെയ്യുന്നു. ഈ അടയാളങ്ങൾ അവ എത്ര അസ്വസ്ഥത ഉളവാക്കുന്നവയായി തോന്നിയാലും ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലുകളാണ്. അവ അവസാനമല്ല, മറിച്ച് അവൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള ഒരുക്കമാണ്. ഇത്തരം സമയങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവത്തിലുള്ള വിശ്വാസമാണ് താക്കോൽ. ജാഗ്രത, പ്രാർത്ഥന, വിശ്വാസം എന്നിവയ്ക്ക് യേശു ഊന്നൽ നൽകുന്നു. പ്രയാസങ്ങളുടെ അഭാവം അവൻ വാഗ്ദാനം ചെയ്യുന്നില്ല, മറിച്ച് അവൻ്റെ സാന്നിധ്യവും ആത്യന്തിക വിജയവും നമുക്ക് ഉറപ്പ് നൽകുന്നു. യേശുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യവും ഈ ലോകത്തിൻ്റെ തകർച്ച അവൻ ആസൂത്രണം ചെയ്ത മഹത്തായ വീണ്ടെടുപ്പിന് വഴിയൊരുക്കുമെന്ന ഉറപ്പും നമുക്ക് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് തുടരാം. നമ്മുടെ പരീക്ഷണങ്ങൾ എത്ര കഠിനമായാലും നാം അവനെ കൈവിടരുത്. കാരണം അവസാനം നമുക്കും വീണ്ടെടുപ്പുണ്ടാകും. ദൈവം നമ്മോടൊപ്പമുണ്ടെങ്കിൽ അന്ത്യകാലം വന്നാൽ പോലും നമ്മെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ
CSSR from Kerala.